ഭാവനയമുനത്തൻ. ശ്രീരാഗ് ഭയങ്കര സൈലൻ്റാണ്, എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഉള്ളത് വെച്ചങ്ങ് പോകാന്ന് പറഞ്ഞാൽ അത് താഴത്തോട്ടായിരിക്കും പോക്ക്. എനിക്ക് ചെറുപ്പത്തിൽ മാത്രം ഒന്ന് കെട്ടിപ്പിടിച്ച് പിന്നീട് സ്റ്റേജിൽ വെച്ച് നാലിങ്ങനെ ചെയ്യിപ്പിച്ചു. നവമേഘമേ, അച്ഛൻ മകൻ വീട്ടിലുള്ള ബന്ധമൊക്കെ ഓരോ തരത്തിലല്ലേ. അത്രേ ഉള്ളൂ. അത് ഓരോ വീട്ടിലെ സ്വഭാവം. എൻ്റെ മനസ്സ് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. അത് മനസ്സ് നല്ലതായതുകൊണ്ടല്ല, എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്. അത് പിന്നെ ആഗ്രഹങ്ങളുണ്ട്, അതിങ്ങനെ പറയേണ്ട കാര്യമില്ലാത്ത കുറേ ആഗ്രഹങ്ങൾ. പറയേണ്ട കാര്യങ്ങളില്ല. അതെ, ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലേറ്റായിട്ട് പോകുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് താമോനെ പ്ലേറ്റ് ക്യാഷ് ചിത്ര സ്റ്റേജിലെ വിരലി പിടിച്ചു, കൈമ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിൽ കാച്ചി തോണ്ടിവിട്ടാൽ അത് ശരിയല്ലല്ലോ. അത് ഞാൻ പറയണമെന്നില്ല. അല്ല, അത് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കേൾക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട. എല്ലാ അർത്ഥവും ഉണ്ടല്ലോ. നമസ്കാരം. ലോകത്തുള്ള എല്ലാ മലയാളികളുടെ മുമ്പിലും വിൻ ചെയ്ത ഒരു വ്യക്തി. 9ാമത് സീസണിൽ ഐഡിയ സ്റ്റാർസിംഗ് 9ാമത് സീസണിൽ ശ്രീരാഗ്. ഈ ശ്രീരാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട്, കുറേ ചോദിക്കാനുണ്ട്. ശ്രീരാഗ് എല്ലാത്തിനും മറുപടി പറയുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ശ്രീരാഗിനൊന്ന് നമുക്ക് ചോദിക്കാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചു വെച്ചങ്ങ് പോകാല്ലേ ശ്രീരാഗ്? ഓക്കെ അല്ലേ? ജനഹൃദയങ്ങളിൽ താങ്കളാണ് വിൻ ചെയ്തിരിക്കുന്നത്. അല്ല, നമ്മൾ ഇന്നലെ ഞാൻ കുറേ ട്രോളുകളും കാര്യങ്ങളും കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ശ്രീരാഗിൻ്റെ വിജയമാണ് അവർ ആഘോഷിച്ചിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ശ്രീരാഗിനെ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ, അത്ര ആരാധനയായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ ഈ സീസണിലേക്ക് എത്തിയതും ഇപ്പോൾ മത്സരത്തിൽ ഓഡിയൻസിൻ്റെ സെലക്ഷനോട് കൂടി താങ്കൾ എത്തുകയും ചെയ്തത്. ആ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ ഓഡിയൻസിനോട് എന്താ നന്ദി, സന്തോഷം. അവർ തന്ന സ്നേഹം തിരിച്ചും സ്നേഹം ഇനിയും അങ്ങോട്ട് വേണം. അതെ, ഇനിയും വേണം. അല്ല, അതാണല്ലോ നമുക്ക് ഇനിയും അങ്ങോട്ട് വേണമല്ലോ. അതെ. എനിക്കിപ്പം ശ്രീരാഗ്, എൻ്റെ ഒരു ചോദ്യത്തിൽ ഒരു വിഷമം, എനിക്കുള്ള ഒരു വിഷമമാണ് ഞാൻ പങ്കുവച്ചത്. എനിക്ക് ശ്രീരാഗ് വിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. എൻ്റെ മനസ്സിലൊരു വിഷമത്തിൽ എനിക്ക് പാടിത്തരാൻ പറഞ്ഞാൽ ഒരു പാട്ട് ഏത് പാടിത്തരും? വിഷമത്തിലോ? ആ വിഷമത്തിന് എനിക്കൊരു പാട്ട് വേണമെന്നുണ്ട്. ശ്രീരാഗിൻ്റെ ഇഷ്ടത്തിൽ ഒരു പാട്ട് ഏത് പാടിത്തരും? ശ്രീരാഗമോ പാടും. ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻതന്തിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാ ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻതന്തിൽ. ഞാൻ ആ പാട്ട് വെച്ചപ്പോൾ ആ പാട്ട് തന്നെയാണ് എനിക്ക് പാടിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ടിലുള്ള ഒരു ഉള്ളടക്കം എന്തായിരിക്കും? ഞാനിപ്പോൾ എൻ്റെ ഒരു വിഷമമാണ് ഞാൻ ചോദിച്ചത്. അതിനൊരു ഉള്ളടക്കം എന്തായിരിക്കും മനസ്സിൽ തോന്നി? വിഷമോ? അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ആണ് എല്ലാവരും എന്നോട് പാടാൻ പറയുന്ന ഒരു പാട്ടായതുകൊണ്ട് അങ്ങനത്തെ പാടിയെന്ന് മാത്രം. അല്ലേ, നല്ല കൗണ്ടർ അടിക്കുന്ന ഒരാളാണ്. അവിടെയൊക്കെ എനിക്കൊന്ന് ഒത്തിരി കൗണ്ടർ, ഒരു ചോദ്യത്തിന് നല്ല കൗണ്ടറുകൾ അടിക്കും, നല്ല മിമിക്രി ചെയ്യും. സകലകലാ വല്ലഭനാണ് താങ്കൾ എന്നാണ് ഞാൻ ആ പ്രോഗ്രാമിൽ കണ്ടു പോകുമ്പോൾ എനിക്ക് മനസ്സിലായി. സകലകലാ വല്ലഭനാണ് താങ്കളുടെ ഒരു യാത്ര, ഇത്ര നാളത്തെ നീണ്ട ഒരു യാത്ര. അതേക്കുറിച്ചൊന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു വയ്ക്കാൻ പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന കുറേ സുഹൃത്തുക്കളുണ്ടാവും അല്ലേ? കുറേ സുഹൃത്തുക്കളുണ്ടാവും. എങ്ങനെയാണ് യാത്ര? എങ്ങനെയാണ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഷോയിൽ വന്നതിന് ശേഷം ഷോയിൽ ഞാനും ഗോകുലും കൂടെയാണ് വരുന്നത്. ഗോകുലൂടെ അടുത്ത് ആണ് താമസിക്കുന്നത്, സ്റ്റേഡിയത്തിൻ്റെ അടുത്ത്. ഞങ്ങൾക്ക് ആദ്യമേ അറിയാം. ഞാനും അവനും കൂടെ പോയി നോക്കാമെന്ന് വെച്ചിട്ട് പോയി. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഒരു ഓഡിഷന്. പോയി അങ്ങനെ രണ്ടുപേർക്കും കിട്ടി, കയറി. ഞങ്ങളങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഫൈനലെത്തുമെന്നോ എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു സാധനം ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇവിടം വരെ എത്തി. അതിലൊരുപാട് സന്തോഷം. ഗോകുലുമായിട്ട് നല്ല ആത്മസുഹൃത്ത് അല്ലേ, നല്ല ആത്മബന്ധം അവിടെ ഷോയിൽ ചെന്നതിന് ശേഷം ആത്മസുഹൃത്തുക്കളായി മാറി അല്ലേ? അതെ.
ഈ ശ്രീരാഗിനെ ഒരു വിൻ ചെയ്യാതെ വന്നതിൽ എന്താണ് തോന്നിയത്? വിൻ ചെയ്യാതെ വന്നതിൽ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ വിൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായേനെ. ഓ, എന്താണ്? അല്ല, അത് നമുക്ക് ഞാൻ അങ്ങനെ ഒരു അത്രയധികം എഫേർട്ടൊന്നും ഇട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എഫേർട്ട് ഇടുന്നവർക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കും കിട്ടണം. എന്നാ അങ്ങനെ പറയാൻ കാരണം? അല്ല, അത് എൻ്റെ തോന്നലാണ്. പക്ഷെ പ്രേക്ഷകർ അങ്ങനെയല്ല തോന്നിയിരിക്കുന്നത്, പ്രേക്ഷകരുടെ മനസ്സിൽ. അല്ല, അത് ഇപ്പം എന്താ പറയുക, ഇത് പാട്ടല്ലേ, പാട്ട് പലതും കുറേ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചില മൈന്യൂട്ട്സ് ഉണ്ടല്ലോ. നമ്മളിതൊരു മേക്ക് ബിലീഫാണല്ലോ പാടി വരുമ്പോൾ. അപ്പം ഞാൻ പല പാട്ടുകളും പാടുമ്പോൾ ആൾക്ക് എന്നുള്ളൊരു സാധനം തോന്നും. പക്ഷെ എൻ്റെ ഉള്ളിലെ തോന്നൽ വേറെ ആയിരിക്കുമല്ലോ. നമ്മൾ തൃപ്തനാവുന്നില്ല ചില സമയങ്ങളിൽ. അല്ല, ഞാൻ എൻ്റെ പാട്ടിൽ തൃപ്തനാ. ഞാൻ ട്രൈ ചെയ്യാത്ത, എനിക്ക് ട്രൈ ചെയ്യണ്ടാത്തെന്നല്ല, ഞാൻ പാടാൻ ചൂസ് ചെയ്യാത്ത ജോണർ ഓഫ് പാട്ടുകൾ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് ടഫായിട്ടുള്ള പാട്ടുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് അടിപൊളി പാടുന്ന കുട്ടികളാണ് ബാക്കി ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് ശബ്ദം നോക്കി അങ്ങനെ ഒരു വർഷമൊക്കെ. ഇപ്പോൾ വിൻ ചെയ്ത അരവിന്ദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അരവിന്ദ് തണുത്ത വെള്ളം കുടിക്കില്ല, മറ്റേ എന്താ ചായ കുടിക്കാൻ നമ്മൾ പോകുമ്പോൾ കട്ടൻ മാത്രമേ കുടിക്കുള്ളൂ, അങ്ങനെയൊക്കെ നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഡോക്ടറെ കാണിച്ച് അങ്ങനെ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 1.5 വർഷത്തോളം അവൻ ഇത് കഴിഞ്ഞിട്ട് രാത്രി എനിക്ക് മെസ്സേജ്, എനിക്കൊരു ഷവർമ്മ കഴിക്കണമെന്നാണ്. ഇത് കഴിഞ്ഞു കാരണം മയണൈസ് ഉള്ളതുകൊണ്ട് കപക്കെട്ട് വല്ലതും വന്നാലോ എന്ന് ഓർത്തിട്ട് ഷവർമ്മ കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെ എഫേർട്ട് ഇട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്. അത് എന്തുകൊണ്ടും ഡിസേർവ് ചെയ്ത കരങ്ങളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതിലൊരു സംശയമില്ല. പിന്നെ പലർക്കും പലതും തോന്നാം, അത് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ. ഇതിപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്, ഡിസേർവിങ് ഹാൻഡ്സിലാണെന്നുള്ളത്. നിങ്ങൾക്ക് വേറെ തോന്നാം, അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ തോന്നല ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സ് നല്ലതായതുകൊണ്ടല്ല. അല്ലല്ല, എൻ്റെ മനസ്സ് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. അത് മനസ്സ് നല്ലതായതുകൊണ്ടല്ല, എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്. അത് അയ്യോ ഞാൻ ഇങ്ങനെ ചിന്തിക്കാം, നല്ല രീതിയിൽ അതൊന്നുമല്ല, ശരിക്കും അങ്ങനെ എനിക്ക് തോന്നിയതാണ്. ഇങ്ങനെ ഓരോ ഓഡിയൻസ് പോളിംഗ് ആദ്യമായിട്ടാണ് ഇതിന് വരുന്നത്. ശ്രീരാഗിനെ ഒഴിവാക്കി വെക്കാൻ പാടില്ല എന്ന് തന്നെ അവർക്ക് തന്നെ തോന്നിയിരുന്നു. ശ്രീരാഗിനാണ് ഇത്രയും ഫാൻസും ശ്രീരാഗിനോട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഓഡിയൻസ് വോട്ടോട് കൂടി ശ്രീരാഗിനെ കയറ്റിയതെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഫൈനൽ 6 പേരായിരിക്കും എന്നുള്ളത് അങ്ങനെയാണ്. നമുക്കറിയാം, അത് പെട്ടെന്ന് ഞാൻ കയറാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി മാറ്റിയ തീരുമാനമൊന്നുമല്ല. പിന്നെ അങ്ങനെ പെട്ടെന്ന് തലേ ദിവസമോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഈ ഷോയിലെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവിടെ ആരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ മാറ്റാൻ പറ്റുന്നൊരു സംവിധാനം അവിടെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിൻ്റെ പുറത്ത് ഏഷ്യാനെറ്റിൻ്റെ മുകളിൽ ഹോട്ട്സ്റ്റാറിൻ്റെ ആണെങ്കിലും ഒക്കെ അവരുടെ ചില റൂൾസും അതിനൊക്കെ അനുസരിച്ചാണ് പോകുന്നത്. ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ ഷോയ്ക്ക്, 5 പേരിങ്ങനെ കയറുന്നു, ഒരാൾ വോട്ടിങ്ങിലാണ് കയറുന്നത്. അത് നേരത്തെ ഫിക്സ്ഡ് തന്നെയാണ്, അങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത്. അതിലേക്ക് ഞാൻ വന്നു മാത്രം. പിന്നെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കും, ഇപ്പോൾ 2 പേര് തമ്മിൽ ഡിബറ്റ് പാടണം, ഒരു സോളോ ഒരു ഡിബറ്റാണ് ഈ ഫൈനലിലെ റൗണ്ടിലുള്ള. അപ്പോൾ 5 പേരാണെങ്കിൽ അങ്ങനെ പറ്റില്ലല്ലോ, 6 പേര് വേണ്ടേ. അത് അങ്ങനെയാണ്, ഫൈനലിൽ 6 പേര് ഉണ്ട്. അത് ഈ രീതിയിലാണെന്ന് മാത്രം. ഒരാൾ വോട്ടിങ്, അതൊരു എൻ്റർടൈനിങ് ഷോ അല്ലേ, എൻ്റർടൈനിങ് അല്ല അതും കൂടെ ആണല്ലോ. ഫൈനലിൻ്റെ സമയത്ത് ശ്രീരാഗ് ഒന്ന് പതറി എന്ന് ഞാൻ പല ആളുകൾ പതറി എന്ന് പറഞ്ഞാൽ പല ആളുകൾ അന്വേഷണം. ശ്രീരാഗിന് ഒത്തിരി ഫാൻസ് വന്നിരിക്കുന്നു, അപ്പം കുറേ പേര് കമൻറ്റുകൾ ഇടുന്നു, ശ്രീരാഗിനെ പൊക്കി ഇടുന്നു. പക്ഷെ എനിക്കൊന്ന് ചിത്ര ചേച്ചി ഉൾപ്പെടെ വലിയ മോശമായ രീതിയിൽ കമൻറ്റുകൾ ഇടുന്നു, അവിടെ ജഡ്ജസിന് കമൻറ്റുകൾ ഇടുന്നു. അങ്ങനെ വന്നപ്പോൾ ശ്രീരാഗിനൊന്ന് പതർച്ച ഉണ്ടായി. നമ്മൾ കാരണം ഇല്ല, എനിക്ക് അതിൻ്റെ പേരിലുള്ള പതർച്ചയൊന്നുമല്ല. ഈ കമൻ്റ് ഇടുന്നതിനെ പറ്റി അയ്യോ അത് ഭയങ്കര മോശം പരിപാടിയാണ്. എന്താ പറയുക, അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇവിടെ. അതിപ്പോൾ അങ്ങനെ ഇടുന്നവരെ നമ്മൾ അല്ലെങ്കിൽ ആരും പറഞ്ഞു മാറ്റാനോ ഒന്നും പറ്റില്ല. ഇടുന്നവർ അങ്ങനെ ഇടും, അത് മോശമാണത്. ഇടുന്നത് മോശമാണെന്നേ പറയുള്ളൂ. പിന്നെ പതർച്ച എന്ന് പറഞ്ഞാൽ അത് ഫിനാലെ സ്റ്റേജിലുള്ള ഒരു ടെൻഷൻ ആണ്. വിൻ ചെയ്യുമോ എന്നുള്ളതല്ല, ആ പാട്ട്
അയ്യോ ഇത് പാടി ഇതാക്കണ്ടേ എന്നുള്ള ആണ് രാമകഥ. ഞാൻ അങ്ങനത്തെ പാട്ടൊക്കെ പാടാൻ പൊതുവെ ചൂസ് ചെയ്യാത്ത പാട്ടുകളാണ്, സെമി ക്ലാസിക്കൽ ഇങ്ങനത്തെ പാട്ടുകളെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറത്തുള്ളൊരു പാട്ടിൻ്റെ പുറത്തുള്ളൊരു ടെൻഷനാണ്. എനിക്കൊന്ന് ശ്രീരാഗിനെ അവിടെ ഉള്ള കുറേ പേരൊക്കെ ആശ്വസിപ്പിച്ചു, നീ ധൈര്യമായിട്ടിരിക്കണം, ഈ കമന്റുകളുടെ കാര്യം ഞാൻ അറിഞ്ഞതൊന്ന് ചോദിച്ചെന്നുള്ളൂ, ഒന്നും ടെൻഷൻ അടിക്കണ്ട, അങ്ങനെ വരും. ഇല്ല അങ്ങനെ ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ശ്രീരാഗൻ. അത് തലേദിവസം റിഹേഴ്സൽ ചെയ്തപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഈ പാട്ടിൻ്റെ പുറത്തുള്ള ടെൻഷനാണ്, അല്ലാണ്ട് കമൻറ്റ് എൻ്റെ മനസ്സിൽ ഇതൊന്നും ഇല്ല, കമൻറ്റോ അതൊന്നും ഇല്ല. ശരിക്കും സത്യസന്ധമായിട്ട് പറയാം ഇല്ല. അപ്പോൾ ഞാൻ കമൻറ്റ് അങ്ങനെ വായിക്കാറുമില്ല. ഇപ്പോൾ നമ്മൾ ഒരു യൂട്യൂബിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ താഴെ ലൈക്ക് കൂടുതലുള്ള കമൻറ്റ് ഇങ്ങനെ കാണുമല്ലോ, അതിങ്ങനെ വായിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കമൻറ്റ് വായിക്കില്ല. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഞാൻ വായിക്കാറില്ല. അപ്പോൾ എൻ്റെ അടുത്ത് സർവ്വ സാറ് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നീ ഊട്ടിങ്ങിലൂടെ വരുന്നു, പ്രേക്ഷകർ നീ നന്നായി പാടണമെന്നുള്ള അങ്ങനത്തെ പ്രഷറൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒരു നമ്മൾ നിശാഗന്ധിയിലൊക്കെ പരിപാടി ചെയ്ത പോലെ ഒരു പരിപാടിയായിട്ട് നീ കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു സാർ. ഞാൻ ശരി സാർ പറഞ്ഞു. എനിക്ക് പക്ഷേ ആളുകളുടെ ഇതല്ല, പാട്ടിൻ്റെ പുറത്തുള്ളൊരു ടെൻഷനായിരുന്നു. അത് കുഴപ്പമില്ല, അത് എനിക്ക് വന്നു. അത് വന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്നും ഉണ്ടായില്ല. ഇല്ല ഇല്ല. അച്ഛനും അമ്മയൊക്കെ എന്തു പറഞ്ഞു അതിനുശേഷം, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഫിനാലെ കഴിഞ്ഞതിന് ശേഷം? ഫിനാലെ കഴിഞ്ഞതിന് ശേഷം എന്താ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. അച്ഛൻ അന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസം വിളിച്ചു, എപ്പോഴും വീട്ടിലേക്ക് വരണം ചോദിച്ചു. ഞാൻ ഇന്നത് എന്ത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ വരാം. അച്ഛനുമായിട്ട് നിങ്ങളുടെ സംസാരം കുറവാണ്, ഞാൻ ഒരു എപ്പിസോഡിൽ കണ്ടിരുന്നു, സംസാരം കുറവാണ്. എനിക്കൊന്ന് ചെറുപ്പത്തിൽ മാത്രം ഒന്ന് കെട്ടിപ്പിടിച്ച് പിന്നീട് സ്റ്റേജിൽ വെച്ച് നാലിങ്ങനെ ചെയ്യിപ്പിച്ചു. അതെല്ലാവർക്കും ഭയങ്കര കൗതുകവും സന്തോഷവും മനസ്സിൽ നിന്ന് സന്തോഷമാണ്. അപ്പോൾ ചിത്രചേച്ചി പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും ഓർക്കുകയാണ് ഞാൻ. ചിത്രചേച്ചി പറഞ്ഞു, നമുക്ക് ഇവർ രണ്ടുപേരാണ്, എത്ര പേര് വോട്ട് ചെയ്താൽ എത്ര പേര് നമ്മളെ കൂടെ ഉണ്ട്, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ എല്ലാം എന്ന് ചിത്രചേച്ചി എന്ന് പറഞ്ഞത് അല്ലേ. അങ്ങനെ ഒരു അകൽച്ച പോലെ. അച്ഛൻ്റെ അടുത്ത് പേടിയാണോ ഭയമാണോ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പേടിയല്ല ഭയമല്ല, എനിക്കൊന്ന് ഒരുപാട് പേർക്ക് ഇത് മനസ്സിലാവുന്നു തോന്നുന്നു. കുറേ പേർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പലരും പല പോലെയല്ലേ, പല വീട്ടിലും അച്ഛൻ മകൻ വീട്ടിലുള്ള ബന്ധമൊക്കെ ഓരോ തരത്തിലല്ലേ. അത്രേ ഉള്ളൂ. അത് ഓരോ വീട്ടിലെ സ്വഭാവം, അതിൽ സ്നേഹം കൂടുതലോ കുറവോ ഒന്നുമില്ല. അച്ഛൻ ഈ പാട്ടൊക്കെ പാടാൻ പോകുമ്പോൾ അന്നൊരു ദിവസമാണ് സ്റ്റേജ് കൊണ്ട്, പിന്നെ ഫിനാലേക്ക് വന്നിട്ട് അച്ഛൻ ഈ പാട്ടുകളൊക്കെ മോൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ട് അമ്മയുടെ അടുത്ത് അഭിപ്രായം പറയുമോ? അങ്ങനെ അഭിപ്രായം പറയാറുണ്ട്, അമ്മ വല്ലതും പറയാറുണ്ടോ? ഇല്ല, നമ്മളങ്ങനെ പാട്ടിനെ പറ്റി അഭിപ്രായമോ അല്ലെങ്കിൽ ഈ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ആ പാട്ടിനെ പറ്റിയുള്ള ഡിസ്കഷനോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വീട്ടിൽ പഴയ പോലെ തന്നെ, ഞാനൊരു ഷോയിൽ വരുന്നുണ്ട് എന്നുള്ളത് സൈഡിൽ കൂടെ പോകുന്നതല്ല, പഴയ പോലെ തന്നെ വീട്ടിൽ സന്തോഷമാണ്. ഈ മിണ്ടാതെ ഒരു ദുഃഖമോ അല്ലെങ്കിൽ വിഷമോ അങ്ങനെയൊന്നുമല്ല, സന്തോഷമായിട്ട് തന്നെ പഴയ പോലെ പോകുന്നു, ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു. അല്ല അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കണം നിങ്ങൾ, അത് തന്നെ നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഞാനിപ്പോൾ ചോദിക്കാൻ, ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും എടുത്ത് ചിത്രചേച്ചി പറഞ്ഞ ഡയലോഗാണ് ഞാൻ നോക്കിയത്, വീണ്ടും അതെടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ. അപ്പോൾ വീണ്ടും ചിത്രചേച്ചി അവസാനം പറയുന്നത് എന്തോ നിങ്ങൾ എന്തോ അകൽച്ച ഉള്ള പോലെ എനിക്ക് തോന്നുന്നു എന്ന് ചിത്രചേച്ചി പറയുവാണല്ലോ. അപ്പൊ ഒന്നുമില്ല, തീർച്ചയായിട്ടും ഒന്നുകൂടെ റീവെന്റ് ചെയ്ത് വെക്കാം. അപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച്. അപ്പൊ അച്ഛന്റെ കണ്ണ് ഒന്ന് നനയുന്നു, ഞാൻ ശ്രദ്ധിച്ചാണ്. ഞാൻ ആ ക്ലോസപ്പ് കണ്ടപ്പോൾ അച്ഛന്റെ കണ്ണൊന്ന് നനയുന്നു, പറഞ്ഞു വരുമ്പോ ഒരു വിതുമ്പൽ, ചുണ്ടിൽ ഒരു വിതുമ്പൽ. അത് കണ്ടപ്പോൾ നമുക്കും ഭയങ്കര ഒരു സങ്കടം. അപ്പോഴും ശ്രീരാഗൻ നിൽക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, അല്ല ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ സ്നേഹമുണ്ട് എല്ലാം, ഞങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങളെന്ന് മാത്രല്ല ഒരുപാട് പേര് ഇങ്ങനെയാണ്. പിന്നെ എനിക്കറിയാവുന്നവരും ഒരുപാട് പേര് ഇങ്ങനെയാണ്. അതെ, അതൊരു കുഴപ്പമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല കുഴപ്പമായിട്ട് എനിക്ക് തോന്നി, ഞാൻ ആ സിറ്റുവേഷനാണ് ഞാൻ ഓർമ്മയിൽ. അപ്പം ചിത്രചേച്ചിയുടെ ഡയലോഗാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴും ഓക്കെ, ആലിംഗനം ചെയ്യുമ്പോൾ ആ മനസ്സിലുണ്ടായ സന്തോഷം. അച്ഛൻ്റെ മുഖം ഇപ്പുറത്തെ സൈഡിലേക്കായിരുന്നു, ഓഡിയൻസിൻ്റെ മുഖത്തേക്കായിരുന്നു അച്ഛൻ്റെ ഇത്. ശ്രീരാഗ് അപ്പുറത്തെ സൈഡിലേക്കായിരുന്നു. ഞാൻ ശരിക്കും ഇന്നലെ ഒന്ന് 2-3 പ്രാവശ്യം എടുത്തിട്ട് കണ്ടു ആ സീൻ മാത്രമേ എനിക്കൊന്ന് കാണാൻ വേണ്ടി. ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് സംസാരത്തിൻ്റെ ഇടയിൽ ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട്, നമ്മൾ കുറേ പാട്ടുകൾ പാടുമല്ലോ, എന്നും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏതായിരിക്കും പാടുക? നമ്മൾ പാടിയതിൽ ഇഷ്ടപ്പെട്ട് കുളിരാടുന്നു മനത്ത് ഇഷ്ടപ്പെട്ടു, കുറേ പാട്ടുകളുണ്ട് ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടാണല്ലോ. അത് 2 ലൈൻ ഒന്ന്. കുളിരാടുന്നു മാനത്ത് കിളി പാടുന്നു താഴത്ത്
മഞ്ഞിൽ വിരിഞ്ഞു മന്ദാരങ്ങൾ, നെഞ്ഞിൽ കിനിഞ്ഞു തേൻതുള്ളികൾ, കിളിവാതിൽ തുറന്നൊരു പൊൻപക്ഷിപ്പൂ, ഇനി എങ്കാനമേ പോരൂ. തമിഴിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് തമിഴിൽ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നിസ പാടി വരുവാണല്ലോ. ഞാൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കേട്ട പാട്ടാണ്. അതും രണ്ടിലും പാടും. കണ്ണില്ല என்றாலோ நிறம் பார்க்க முடியாது, நிறம் பார்க்கும் உன் கண்ணை நீ பார்க்க முடியாது, குயிலிசை போதுமே அடக்குயில் முகம் தேவையா, உணர்வுகள் போதுமே அதன் உருவம் தேவையா, கண்ணில் காட்சி தோன்றிவிட்டால் கற்பனை தீர்ந்துவிடும், கண்ணில் தோன்ற காட்சியில்தான் கற்பனை வளர்ந்துவிடும், ஒரு சுகமே இன்னிசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை. ഈ പാട്ട് എല്ലാ സീസണിലും ആളുകൾ പാടുന്നതാണ്. പിന്നീട് ഈ പാട്ട് ഏറ്റവും ഫേമസ് ആയത് ബിഗ് ബോസിൽ നമ്മുടെ സോമസുന്ദരം വന്ന് പാടിയപ്പോഴാണ് ഈ പാട്ട് പിന്നെയും ഹൃദയത്തിൽ പോയത്. ആ സീസണിലൊക്കെ അവർ പാടി വന്നതാണ്. പിന്നീട് ബിഗ് ബോസിൽ വന്നിട്ട് ഈ ഒന്ന് പാട്ട് പാടി പുള്ളിയുടെ മക്കൾ ഓർത്തുകൊണ്ട് ഇത് പാടിയപ്പോഴാണ് വീണ്ടും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച ഒരു സോങ്ങാണ്. വലിയ അർത്ഥമുള്ള സോങ് കൂടിയാണല്ലോ. ഈ ഗ്രൂമിങ് സമയത്തൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നു, പിന്നെ അത് പാടിയിട്ട് അത് രസകരമായ ഒരു മുഹൂർത്തങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അത് നമ്മൾ രാവിലെ വരും, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഗ്രൂമിങ് റൂമിൻ്റെ അവിടെ ഇതുപോലെ നമ്മൾ സോഫയൊക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ പിള്ളേരെല്ലാവരും ഇരിക്കും, ഓരോരുത്തരെ പാടി കേൾപ്പിക്കും. എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയും, തിരിച്ചു വരും, പ്രാക്ടീസ് ചെയ്യും. നമ്മൾ ഒരുമിച്ച് തന്നെയാണ് എല്ലാവരും. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണവും വൈകിട്ട് ചായ പിടിക്കാൻ പോക്കും ഒക്കെ. ആ സമയത്തുള്ള രസകരമായ അനുഭവം ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞതായിരിക്കും. കുറച്ച് കോമഡിയൊക്കെ ഉണ്ടാവുമല്ലോ. എന്നും എന്തെങ്കിലുമൊക്കെ കോമഡി ഉണ്ടാവും. എന്നും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കോമഡി. അരവിന്ദും ദിശയും ഭവിനാണ് നമ്മുടെ ഇടയിൽ ചിരി പടർത്തുന്ന ആള്. അങ്ങനെ ബൽറാമും എല്ലാവരും തമാശയാണ്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്നും അതിൻ്റെ ഉള്ളിൽ വെച്ചാണ് എന്തോ മിമിക്രി കാണിച്ചത്, പിന്നീട് സ്റ്റേജിൽ ഒന്ന് കാണിക്കേണ്ട വന്നു. ഉണ്ടായി. ഹോമിയിലാണ് കാണിച്ചത് പറഞ്ഞാണ് ആങ്കർ വിളിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറ്റിയത്. ഏതാ ആങ്കർ വിളിച്ചുകൊണ്ട് സ്റ്റേജിൽ കേട്ട് ആ മിമിക്രി ഒക്കെ ചെയ്യിപ്പിച്ചു ഉമ്മൻചാണ്ടിയുടെ. അതെ, അതവിടെ കുറെ എല്ലാവരും ചെയ്തു. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യേണ്ട ഒരു ആവശ്യം, ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. ആരുടെയും ക്രഷ് തോന്നി അവിടെ? തിരിച്ച് എനിക്കറിയില്ല, അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നോട്. ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ മൊത്തത്തിലുള്ള ട്രോളുകളൊക്കെ വരുന്നോണ്ടേ അത് സ്റ്റേജിലെ വിരലി പിടിച്ചു കൈമ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സാധനങ്ങളാണ്. അവിടെ ആ വിരലി പിടിക്ക് മാത്രം സ്ട്രോങ് ആണെന്നാ പറഞ്ഞത് ശ്രീരാഗ്. അവിടെ ആ വിരലിൽ അവിടത്തെ വിരലിൽ മാത്രം സ്ട്രോങ് ആണെന്നാ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സ്റ്റേജിൽ പാട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ സ്ട്രോങ് ആവാനും ലൈറ്റ് ആവാനൊന്നും പറ്റില്ല. നമ്മൾ പാട്ടിലാണത്. അപ്പോൾ പാട്ട് പോണതിനനുസരിച്ച് ചിലപ്പോൾ ഇവിടെ പിടിയും മുറുകം അഴയാം, എന്തുവേണമെന്നാവാം. അത് ഇവിടെ പാട്ടാണ് നമ്മൾ. കാരണം 5 മിനിറ്റ് ആക്ഷൻ പറഞ്ഞ് കട്ടിൻ്റെ ഇടയിൽ നമ്മൾ പാടുന്നതാണ്. അപ്പോൾ പാട്ട് നന്നാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ നേരത്തെ ഇവിടെ കൈ ഉണ്ടാവും, ചിലപ്പോൾ പിടിച്ചുവന്നിരിക്കും, വിട്ടുവന്നിരിക്കും, ബലം കൂടിയെന്നിരിക്കും. അപ്പോൾ ഇതിനെ വേറെ കാര്യമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് പാട്ടിൻ്റെ ഇടയിൽ കൈ നമ്മുടെ തന്നെ അല്ലേ, അപ്പോൾ അതാവുന്നതാണ്. കൈയാവാം, കാലാവാം, പലതും ആവാം. അതിൻ്റെ ട്രോളുകൾ ഗംഭീരമായിരുന്നു. അതെ, കുറേ ട്രോളുകൾ ഇറങ്ങിയല്ലോ. ശ്രീരാഗിന് ഇവിടെ മാത്രമാണ് ഇവിടുത്തെ ഒരു പിടുത്തം മാത്രമാണ് സ്ട്രോങ് ആകുന്നതെന്ന് പറഞ്ഞിട്ട്. അതെ, രസം വേണ്ടേ? അങ്ങനെയൊക്കെയാണ് നമ്മള് ഫെമിലിയർ ആവുന്നത്. അതിനു വേണ്ടിയല്ല ചെയ്തത്. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയും കൂടിയാണ് നമ്മൾ ഇപ്പൊ ഇതിന്റെ പാട്ടിന്റെ ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, അതിനപ്പുറത്ത് ഷോ കാണാത്ത ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനത്തെ തമാശകളൊക്കെ വരുമ്പോൾ ഇവരുടെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ റീലൊക്കെ ആയിട്ട് ട്രോളുകളൊക്കെ ചെല്ലുമ്പോൾ ഇതെന്താ പരിപാടി നോക്കി, അങ്ങനെ പരിപാടി ശ്രദ്ധിച്ചവരുണ്ടാവാം. അല്ല ഉണ്ട്, അങ്ങനെ ശ്രദ്ധിച്ചവരുണ്ട്. മലയാളി പ്രേക്ഷകർ നോക്കിയിരിക്കുവാണ്. അതെ, അതും ഒരു ഇതായി എന്ന് വെച്ചാൽ നമ്മുടെ പരിപാടി അതല്ല, അല്ല കൈ പിടിച്ചതല്ല ഞാൻ പറഞ്ഞ ഈ കൂടുതൽ നെഗറ്റീവ് കാണാനല്ലോ പ്രേക്ഷകർക്ക്. അതിനാണല്ലോ ഒരു മാർക്കറ്റ് ഉള്ളത്. നമ്മളിപ്പോ എത്ര നന്നായി പാടിയാലും അതിന്റെ നെഗറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കാൻ മിടുക്കന്മാരാണ് അല്ലേ? ഈ പല യാത്രകളും പോയിട്ടുണ്ടല്ലേ?
ആ പല യാത്ര ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പരിപാടികൾക്കും പിന്നീട് പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ നമുക്ക്, നമ്മൾ ഇവിടുന്ന് ഈ സ്റ്റേജിൽ നിന്നാണ് വരുന്നത്, ആ എനർജി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? പഴയതുപോലെ അല്ലല്ലോ. ഇപ്പോൾ ഇത് ഷോ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അധികം പരിപാടികൾക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. ഷോയിലുള്ള സമയത്ത് പോകുന്നതിന് നമുക്കൊരു പ്രശ്നമുണ്ട്. വേറെ പ്രോഗ്രാമിനൊക്കെ പോയി ശബ്ദമൊന്നും കളയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രോഗ്രാം ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. നിങ്ങളൊരു ട്രൂപ്പ് ഉണ്ടാവോ ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും? അങ്ങനെ നിങ്ങളൊരു ഗ്യാങ് ഉണ്ടല്ലോ. ട്രൂപ്പ് ഉണ്ടാവുക വെച്ചാൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിലെ മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് സ്റ്റാർ സിംഗർ. തീർച്ചയായിട്ടും അതിലെ ഫിനാലയിലൊക്കെ എത്തി നിന്നവരാണ്. നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മുടെ എന്താ പറയുക, പൈസ മേടിക്കണമല്ലോ. പൈസ മേടിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഇതായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്തത്, ഏകദേശം വാല്യൂ. അപ്പോൾ ഞങ്ങൾ 6 പേരും കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ മുതലാവില്ല. മുതലായാൽ ഞങ്ങൾ പോവും, മുതലാവാത്തടുത്ത് വരാൻ പറ്റില്ല എന്നുള്ളൊരു. അല്ല, നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോകാന്നുള്ള ഒരു ഐഡിയ വന്നിട്ടുണ്ടല്ലേ? അല്ല, അത് വിളിക്കുന്ന പോലെ, പ്രോഗ്രാം ആളുകൾ ആവശ്യപ്പെടുന്ന പോലെ, അങ്ങനെ ആവശ്യപ്പെടുന്ന പോലെ നമ്മൾ റെഡിയാണ്. നമ്മളെല്ലാവരും പരിപാടികൾക്കും എല്ലാത്തിനും റെഡിയാണ്. അങ്ങനെ ഒരു കൂട്ടുകെട്ട് നിലനിന്ന് പോകുമ്പോൾ ഒരു വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഐഡിയ സ്റ്റാർ സിംഗർ പല സീസൺ കഴിയുമ്പോൾ ആ കൂട്ടുകെട്ടിൽ കുറച്ച് പേരിൽ ഒതുങ്ങി മാറുന്നുണ്ട്. ചില ആളുകൾ ഒന്നുമല്ലാതെ ആവുന്ന അവസ്ഥയിൽ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്. ഒന്നുമല്ലാതെ അവർക്കൊരു പ്രോഗ്രാമും കിട്ടാതെ മാറിപ്പോകുന്ന അവസ്ഥ. അതൊരു ഒരു എന്താണ്, ഒരു ഒത്തൊരുമ ഇല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ശ്രീരാഗിൻ്റെ ഈ മനസ്സിൽ അങ്ങനെ തോന്നുന്നു? അല്ല, ഒത്തൊരുമ മാത്രമല്ല, നമ്മളിപ്പോൾ എപ്പോഴും ഈ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോഴാണല്ലോ ഈ പുറത്തിറങ്ങുമ്പോൾ. ഇപ്പോൾ ഞാൻ ഇതൊരു ഷോ കഴിഞ്ഞ് ഞാനൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പതുക്കെ ആളുകൾ മറക്കുകയും ചെയ്യും. മറന്നില്ലെങ്കിൽ കൂടെ ഇപ്പം കാണുമ്പോഴുള്ള ആ ഒരു ശ്രീരാഗല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവരുടെ ഇടയിലും പോവും. അത് സ്വാഭാവികമായിട്ടും പോവും. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്യാതെ ഫുൾ ടൈം ഇങ്ങനെ പരിപാടി ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പോകും എന്നുള്ളത്. അങ്ങനെ ആളുകളെ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞ ഒരു റൂട്ട് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മള് കുറെ ആളുകളുണ്ട് അങ്ങനെ ഈ സീസണിലൊക്കെ വന്നൊരു പല ആളുകളും നമ്മൾ കൂടെ ഇതിന്റെ കൂടെ നമ്മുടെ ഈ ഇപ്പൊ ഉള്ളത് വെച്ചങ്ങ് പോവാന്ന് പറഞ്ഞാൽ അത് താഴത്തോട്ടായിരിക്കും പോക്ക്. നമ്മളിങ്ങനെ പഠിക്കണം, ഇനിയും പുതിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ കയറി വരും. ഇതിന്റെ സോങ് എന്ന് പറയുമ്പോൾ പഠിത്തം തീരുന്നേ ഇല്ലല്ലോ. അതാണല്ലോ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയാനല്ലേ. ചിത്ര ചേച്ചി മുമ്പൊക്കെ പാടാൻ കഴിയാന്ന് വെച്ചാൽ ഏറ്റവും വലിയ പാടല്ലേ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ജഡ്ജസും ഒക്കെ അതിൽ ഏറ്റവും ചിത്ര ചേച്ചി നമ്മൾ എടുത്തു പറയണം. ചേച്ചിയൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു ഒരു ആത്മബന്ധം? ചേച്ചി നമ്മളിപ്പോൾ ടി വിയിൽ കാണുമ്പോൾ ചേച്ചി എന്തായിരിക്കും എന്നൊരു സാധാരണ ആൾക്ക് ഒരു തോന്നൽ വരില്ല. ഒരാളെ നമ്മൾ സ്ക്രീനിലൂടെ കാണുമ്പോൾ തന്നെ ഇയാൾ ഇങ്ങനെയായിരിക്കും എന്നൊരു തോന്നൽ വരില്ലേ. അങ്ങനെ ചേച്ചിയെ നമുക്കൊക്കെ എങ്ങനെയാണോ തോന്നുക അത് തന്നെയാണ് ശരിക്കും ചേച്ചി. ശരിക്കും അതായത് ക്യാമറ ഓൺ ആണെങ്കിലും അല്ലെങ്കിലും ചേച്ചി അത് തന്നെയാണ്. ഒരു നോർമൽ നമ്മൾ പെട്ടെന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചു ഞങ്ങളെല്ലാവരും. ഞങ്ങൾ ഭക്ഷണമൊക്കെ വന്ന് ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലേറ്റായിട്ട് പോകുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് താമോനെ പ്ലേറ്റ് ക്യാഷ് ചിത്ര മനസ്സിലായോ. അങ്ങനെ ഭയങ്കര വളരെ അവരങ്ങനെ ചിന്തിക്കുന്നില്ല ചേച്ചി. അങ്ങനെ ഞാൻ ക്യാഷ് ചിത്രയാണെന്നോ വളരെ നമ്മുടെ വീട്ടിലൊരു ചേച്ചി അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കണ ഒരു ആൻറ്റി, അതുപോലെ നമുക്ക് സ്നേഹം തോന്നുന്ന അങ്ങനെ നമുക്ക് അടുത്ത് പെരുമാറുമ്പോൾ തോന്നുക. നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ അതൊക്കെ ഈ ചിത്ര ചേച്ചിയാണ് ഇരിക്കുന്നത്, അതൊക്കെ ചേച്ചിയായിട്ട് തന്നെ ഇങ്ങനെ നമ്മളെ കൊണ്ടത് ഉറപ്പിക്കാതെ നമ്മളങ്ങ് സെറ്റാക്കും. പിന്നെ പെട്ടെന്ന് നമ്മൾ മനസ്സിലേതെങ്കിലും പാട്ട് വന്നിട്ട് ഇത് പാടിയ ആളല്ല ഇരിക്കുന്നത് നമ്മൾ പാടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ റിയാലിറ്റിക്ക് വരും. പാടിയ പാട്ടാണ് നമ്മൾ പാടുന്നത്. അതെ അപ്പോഴാണ് നമ്മൾ മനസ്സിനുള്ളിലേക്ക് ഇരിക്കുന്നു എന്നൊരു ചേച്ചി വളരെ ജെനുവിനാണ്. എല്ലാവരോടുള്ള ഇഷ്ടവും പറയുന്നതൊക്കെ ഉള്ളെന്ന് പറയുന്നതാണ് എന്നാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ചിത്രചേച്ചി പാടിയ പാട്ടുകൾ പാടുമ്പോൾ ചിത്രചേച്ചി അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും ഇരിക്കുകയാണല്ലോ. അങ്ങനെ പാടിയിട്ട് ആ പാട്ട്, എൻ്റെ പാട്ട് ശ്രീരാഗ് പാടിയപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പാട്ട് ഏതാണ്? അല്ല, ചേച്ചി പാടിയത് ഞാൻ കൂടുതലും മെയിൽ സോങ്സ് അല്ലേ പാടുക. ചേച്ചി പാടിയ പാട്ടുകൾ ഫീമെയിൽ സോങ്സ് ആയിരിക്കില്ലേ? അല്ല, നിങ്ങൾ
ഡ്യൂറ്റ് പാടിയിട്ടുണ്ടാവുമല്ലോ. ഡ്യൂറ്റ് കുറവാണ്. താരാപദം ആ ആ ചേച്ചിയും എസ് പി ബി സാറും കൂടെ പാടിയതാണ്. അത് ഇഷ്ടമായി എന്നും പറഞ്ഞു. രണ്ടുപേര് പാടിയത് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അല്ലേ, അതിൻ്റെ ഒരു 2 ലൈൻ പാടാം നമ്മൾ മെയിൻ. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിങ്ങിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. ഈ പാട്ടുകൾ സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ പാടാൻ വേണ്ടി അതെങ്ങനെയാണ്, ആ സെലക്ഷൻ എങ്ങനെയാണ് പോകുന്നത്? സെലക്ഷൻ ഇപ്പോൾ ഓരോ സ്റ്റേജിനനുസരിച്ച് നമ്മളൊന്ന് നോക്കണം. ഈ പാട്ട് ഈ പാട്ട് എടുത്തുകൊണ്ട് ഞാൻ ചെന്നാൽ ശരിയാണോ എന്നുള്ള ഒരു സ്വയം ഒരു ബോധ്യം നമുക്ക് വേണം. അതിനപ്പുറത്ത് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ താരാപദം കൊടുക്കണം ഗ്രൂമേഴ്സിൻ്റെ അടുത്ത്, താരാപദം പാടിക്കോട്ടെ. റൈറ്റ്സ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ആ പാട്ട് ഈ ഒരു സ്റ്റേജിലേക്കും ഏറെക്കുറെ ഓക്കെ ആണെങ്കിൽ ഒരു ഫൈനൽ സ്റ്റേജ് ആവുകയാണ്, കോമ്പറ്റീഷൻ മുറുകുന്ന സമയത്ത് ഞാൻ വളരെ ലൈറ്റായിട്ടൊരു മെലഡി കൊണ്ടുവന്നാൽ ഇതൊരു കോമ്പറ്റീഷനും ഓക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ശരിയാവില്ലല്ലോ, അവിടെ ഫിറ്റാവില്ല ആ പാട്ട്. അപ്പോൾ കുറച്ചും കൂടെ പാടാനുള്ള പാട്ട് എടുക്കുന്നവർ സജസ്റ്റ് ചെയ്യും. അപ്പോഴും നമ്മുടെ ഇഷ്ടം തന്നെയാണ്. അതെ അതെ. പിന്നെ അത് ഈ റൈറ്റ്സ് ഉണ്ടോ, ഡിജിറ്റൽ റൈറ്റ്സ് അതാണ്, ചാനൽ റൈറ്റ്സ്. പിന്നെ ആദ്യം എന്ന് പറയുമ്പോൾ ഒറ്റ റൈറ്റ്സ് ആയിരുന്നു എന്നാ പറയണേ. ഇപ്പോൾ ഡിജിറ്റൽ റൈറ്റ്സ് വേറെ വേണം, ഹോട്ട്സ്റ്റാറിൻ്റെ റൈറ്റ്സ് വേറെ വേണം, യൂട്യൂബ് റൈറ്റ്സ് വേറെ വേണം. അപ്പോൾ യൂട്യൂബ് അല്ലല്ലോ ഈ ഷോൻ്റെ ഒരു മെയിൻ മീഡിയം ഇതല്ലല്ലോ, ടെലിവിഷൻ അല്ലേ. അതെ, ടെലിവിഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷോൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ യൂട്യൂബ് റൈറ്റ്സ് ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെയും നമ്മളെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് സാറൊക്കെ ഇടപെട്ടിട്ട് ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ പാട്ട് എടുക്കുന്നത്. അതൊക്കെ എടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് അത് നമ്മുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് ടീം അങ്ങനെ നോക്കി ചെയ്യുന്നത്. അല്ലെങ്കിൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചാനൽ റൈറ്റ്സ് ഉള്ള പാട്ട് ഏതും പാടാം, ടെലിവിഷനിൽ വരും. ഷോന് അത് ആവശ്യം. അങ്ങനെ ശ്രീരാഗിന് പാടണമെന്ന് തോന്നിയ പാട്ട്, ഇഷ്ടപ്പെട്ട പാട്ട് റൈറ്റ്സ് ഇല്ലാതെ മാറ്റി വെക്കേണ്ടത് ഇഷ്ടം പോലെ. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏതായിരുന്നു? എനിക്ക് പാടാൻ പറ്റിയില്ലോ, അതിന് റൈറ്റ്സ് അവിടെ കിട്ടിയില്ലല്ലോ. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഏതാ ഓർമ്മയില്ല, കുറേ ഉണ്ട്. എല്ലാ ഷെഡ്യൂളിലും ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു 5 പാട്ട് ആദ്യം കൊടുത്തിട്ട് അത് കിട്ടാതെ വരാറുണ്ട്. നമുക്ക് ഒരു ഭയങ്കര സങ്കടം വരുന്ന അവസ്ഥയാണ്. നമുക്കൊരു ധൈര്യമുള്ള പാട്ട് പാടാമെന്നുള്ള അത് ഈ റൈറ്റ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ് നമ്മൾ നേരിട്ടുകൊണ്ട്. ഈ ഷോകൾ തന്നെ വേണ്ടാന്ന് വെക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ചാനലിലെ ഷോ തന്നെ കുറയുന്നത് അതാണ്. ഇപ്പം പാട്ടിന്റെ റൈറ്റ്സ്, ഒരു മ്യൂസിക് എടുത്ത് ഡാൻസ് ചെയ്യാൻ പറ്റാത്ത ആ റൈറ്റ്സ്, അങ്ങനെ ഷോകൾ മുടങ്ങി പോകുന്നുണ്ട്. നമ്മൾ സ്വയം പാടി വെച്ച പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അതൊത്തിരി നിങ്ങളെ പോലെയുള്ള വളർന്നു വരുന്ന ഗായകന്മാർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലോ അല്ലേ? ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്ന് പറയാനും പറ്റില്ല. അവർ പൈസ മുടക്കിയാണല്ലോ അല്ലേ? അതെ, അതുകൊണ്ട് ശരിയല്ല എന്ന് പറയാൻ പറ്റുമല്ലോ. ഇനി ഒരു യാത്ര എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇനി നമ്മുടെ ഒരു യാത്ര ചെറുതായിട്ട് സൈഡിൽ കൂടെ പരിപാടികളൊക്കെ ചെയ്യണം. പൈസ വേണമല്ലോ. പിന്നെ പാട്ട് പഠിക്കണം, കാര്യമായിട്ട് പാട്ട് പഠിക്കണം. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാൽ അതുണ്ടാക്കി പുറത്തിറക്കണം. അങ്ങനെയൊക്കെ എനിക്കിഷ്ടമുള്ള എൻ്റെ രീതിക്ക് മറ്റുള്ളവരും കൂടെ എൻ്റർടൈൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ്. നമുക്കൊരു ഇഷ്ടം അങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഇഷ്ടം പോലെ മറ്റുള്ളവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടം എന്താണ്? എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള പാട്ടുകൾ, എനിക്കിഷ്ടമുള്ള പോലത്തെ പാട്ടുകൾ, അതിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ട്. ഏത് ടൈപ്പ് പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം? അങ്ങനെയല്ല, ഞാനെല്ലാം കേൾക്കും. മെലഡി ആയിട്ടുള്ള പാട്ടുകളാണ്. ഏത് പാട്ടുകൾ പാടി വന്നാലും എനിക്ക് ശ്രീരാഗ് പാടി വന്നാൽ അത് ലാസ്റ്റ് നമുക്കൊരു സങ്കടത്തിലേക്ക് പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും പൊതുവെ പറയുന്നുണ്ട്. ശ്രീരാഗ് അങ്ങനെ ശ്രീരാഗിലെ കണ്ണടച്ച് നമുക്കൊരു ഫീൽ ഉണ്ടാവും ശ്രീരാഗ് പാടുമ്പോൾ. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അത് സത്യമാണോ? സത്യമാണോ കേൾക്കുന്നവര് പറയുന്ന അല്ല, അങ്ങനെ ശ്രീരാഗിനോട് പറഞ്ഞിട്ടുണ്ടോ?
അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീരാഗ് എന്തിനാണ് മറുപടി കൊടുക്കുന്ന പറയുന്നത്? ഈ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന പോലെ ആയിരിക്കും എന്നുള്ള മറുപടിയാണ് കൊടുക്കുക. അതുകൊണ്ടായിരിക്കും ആള് തന്നെ പറയാറുണ്ട് അത്. ഞാൻ ഈ പാട്ട് ഒരുപാട് തവണ കേട്ടു, പക്ഷേ ശ്രീരാഗ് ഇതൊരു ഇതിലെന്ത് ഒരു വിഷമം ഉണ്ട് എന്നാണ് ഞാൻ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ വീണ്ടും കേട്ടത് എന്നുള്ളതാണ്. നമ്മളൊരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നല്ലോ പാട്ട് എന്ന് പറയുമ്പോൾ. അങ്ങനെ തന്നെയാണല്ലോ, നമുക്കൊരു ഫീലുള്ള സ്ഥലത്ത് ഫീലായിട്ട് പാടണം, ഹാപ്പിയുള്ള സ്ഥലത്ത് ചിരിച്ചുകൊണ്ട് പാടണം. അങ്ങനെയാണല്ലോ പാട്ട് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ ചിരിക്കണ സ്ഥലത്ത് ചിരിച്ചുകൊണ്ട് തന്നെ പാടുമ്പോഴാണ് ആ ഫീല് കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ അല്ലേ പാട്ട്? പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്? പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു പാട്ടിന്റെ കാര്യത്തിലൊക്കെ? സ്കൂളിലോ? പാട്ടിന്റെ കാര്യത്തിൽ ഇങ്ങനെ കലോത്സവങ്ങൾക്കൊക്കെ പോകും, അത്ര തന്നെ. ആരായിരുന്നു ഗുരുനാഥൻ ശരിക്കും? ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് ഗിരിജാദേവി എന്ന് പറഞ്ഞൊരു ടീച്ചറുടെ അടുത്താണ് പോയിക്കൊണ്ടിരുന്ന ക്ലാസ്സിൽ. പിന്നെ അതിന് ശേഷം രമേശൻ വി പുന്നയൂർക്കുളം എന്ന് പറഞ്ഞിട്ട് രമേശൻ മാസ്റ്റർ അടുത്ത് കുറച്ച് ആൾ. ഞാനങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് മാഷിൻ്റെ അടുത്ത് പോയിട്ടില്ല. മാഷിൻ്റെ അടുത്ത് പോയിട്ടുള്ള കുറച്ച് സമയം കൊണ്ട് ഒരു ധാരണ കിട്ടി കാര്യങ്ങളെപ്പറ്റി. ഞാനും ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ്, ഏത് വഴിക്കാണ് പോകേണ്ടത് പാട്ട് പഠിക്കുമ്പോൾ എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ, ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടി. അങ്ങനെയാണ് ഇവരാണ് ഗുരുനാഥന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണല്ലേ. ഇനി പഠിക്കണമെന്ന് തോന്നുന്നു ഒരാളുടെ അടുത്ത് ആരുടെ അടുത്ത് പോകണമെന്ന് ആഗ്രഹം? ഇനി നമുക്ക് ഇനിയും ഒരാളെൻ്റെ മുന്നിലില്ല. എനിക്കിപ്പം മാഷിനെ ആവശ്യമുണ്ട്, മാഷ് ഇപ്പോഴും. പിന്നെ എനിക്ക് ഹിന്ദുസ്ഥാനി വോക്കൽസ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനൊരു നല്ലൊരു ഗുരുനാഥനെ തപ്പി കണ്ടുപിടിച്ച് അവിടെ പോകണം. അങ്ങനെ ഒരു യാത്രയുണ്ടല്ലേ, കണ്ട് എത്തണം. ഇപ്പൊ ചിത്രചേച്ചിയുടെ മുമ്പിൽ പാടി, ഇനി നമ്മളൊക്കെ ഏറ്റവും വലിയ ആരാധകരുടെ വിശ്വാസമുണ്ട്, അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇനി ആരുടെ മുമ്പിൽ പാടണം അങ്ങനെ ഒരു ആഗ്രഹം? ഇതിന് മുന്നിൽ പാടണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പാടാൻ പറ്റിയ സന്തോഷം ഉള്ളൂ. അവരൊക്കെ പാട്ട് കേട്ട് അത്ഭുതപ്പെടുക, അവരെ കാണുമ്പോൾ അതാണ് ഓർക്കുക. അല്ലാതെ അവരെ കാണുമ്പോൾ എൻ്റെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കണം അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. അവരുള്ള ഒരു സ്റ്റേജിലൊക്കെ നമുക്ക് അവസരം കിട്ടിയാൽ അത്ര ഭാഗ്യം. അതെ, പാടാൻ പറ്റിയാൽ ഭാഗ്യം. ഈ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇനിയിപ്പം പഠിക്കാൻ പോകണല്ലോ, പാട്ട് പഠിക്കാനുള്ളൂ, ഫുൾ സപ്പോർട്ടോട് കൂടിയല്ലേ പോകാൻ പറ്റുള്ളൂ വീട്ടിൽ നിന്നും അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞ പൈസ വേണം, നമുക്ക് ജീവിക്കണം, പൈസ കണ്ടെത്തണം, അതിൻ്റെ ഇടയ്ക്ക് ഇത് പോകണം, പഠിക്കാൻ പോകുന്നു, എല്ലാം കൂടെ മുമ്പ് നമുക്ക് വീട്ടിൽ നിന്ന് ഒരു നല്ലൊരു സപ്പോർട്ട് വേണമല്ലോ. അതിനെക്കുറിച്ച് വല്ല ആലോചിച്ചിട്ടുണ്ട്? അല്ല, വീട്ടിൽ നിന്ന് പണ്ടുതൊട്ടും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷറും ഇല്ല എന്നുള്ളതാണ്. ഇത് ചെയ്യണം ഈ അങ്ങനത്തെ പ്രഷറുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വഴിക്ക് സുഖമായിട്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. വേറെ ഒരു പ്രശ്നമില്ല വീട്ടിൽ നിന്ന്. പിന്നെ പൈസ വേണമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 5 വർഷത്തെ LLB പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഞാൻ വീട്ടിൽ നിന്ന് പൈസ വേണമെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഞാനിപ്പോൾ ഷോയിലും വന്നു അത്യാവശ്യം പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള പൈസ കിട്ടുമല്ലോ. ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കണം. വീട്ടിൽ നിന്ന് ഇനി പൈസ കൊണ്ടുള്ള ഒരു സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളൂ. നമ്മൾ ഇത്രയാക്കി, പിന്നെ പഠിപ്പിച്ചു, നമ്മളെ വഴിക്ക് നമ്മൾ പോയി. അതിൽ ഏറ്റവും പോയിന്റ് ഒരു ഞാൻ 5 വർഷം പഠിക്കുമ്പോൾ എൻ്റെ ഫീസ് അടച്ചതും എല്ലാം ചേട്ടനാണ്. വർഷം ഫീസ് അടച്ചതും ഒക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ, അത്രയും വരെ നമ്മളൊരു സപ്പോർട്ടിൽ പോയി. 23 വയസ്സ് വരെ അത് ഭയങ്കര കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ അച്ഛനൊക്കെ കുറേ വീട്ടിലുള്ള എല്ലാവരും കുറച്ചധികം മെമ്പേഴ്സിനൊക്കെ നോക്കിയിട്ടുള്ളത് വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഞാൻ 24 വയസ്സ് വരെ എനിക്ക് എറണാകുളത്തേക്ക് വരുമ്പോഴും കാശ് തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗുരുവായൂരിൽ നിന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ നമുക്ക് തന്നത്. അതെ, അച്ഛനൊക്കെ ആ കാലത്ത് ഗൾഫിൽ പോയി ജീവിച്ചാണ് ബാക്കി കുടുംബാംഗങ്ങളൊക്കെ. അതെ. പിന്നെ അതൊക്കെ അച്ഛൻ പറഞ്ഞു കേട്ടും അമ്മ പറഞ്ഞു കേട്ടും കഥകളുണ്ടല്ലോ ചെറുപ്പത്തിലല്ലേ. അച്ഛനൊക്കെ ആ ഒരു യാത്ര, വലിയ യാത്ര അച്ഛനൊക്കെ ചെയ്തല്ലേ. അത് കൊണ്ടോട്ടേ അറിയാം. ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ ശ്രീരാഗ്?
ഏത് രീതിയിൽ? സാമ്പത്തികമായിട്ടും മറ്റേതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്? സാമ്പത്തികമായിട്ട് ഇതുവരെ ആവശ്യങ്ങളൊന്നും നടക്കാതെ പോയിട്ടില്ല. ഒരു പരിധിക്കപ്പുറം നടക്കാൻ എന്താ പറയുക, അങ്ങനെ നമുക്കറിയാം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പരിധിക്കപ്പുറത്ത് ആഗ്രഹിച്ചിട്ടുമില്ല എന്നുള്ളൊരു. നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്നുണ്ടല്ലോ. ഉള്ളിൽ എന്റെ ചേട്ടൻ എനിക്ക് തരാൻ കഴിയുന്നത് എന്റെ വീട്ടുകാർക്ക് തരാൻ കഴിയുന്നത് അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചു. എന്നാൽ അയ്യോ ഇത്രേ തരാൻ കഴിയുള്ളൂ എന്നും ചിന്തിച്ചിട്ടില്ല. എന്നാൽ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല. കറക്റ്റാണ്, അളവൊക്കെ കറക്റ്റാണ്, അത്രേ ഉള്ളൂ. ത്രാസ് വെച്ചാൽ ഉറപ്പായിരിക്കും അല്ലേ? ശ്രീരാഗിന് ഇനി ഒരു കുറച്ച് പൈസയൊക്കെ ആയിക്കഴിഞ്ഞാൽ തിരിച്ച് ജ്യേഷ്ഠന് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വപ്നം എന്തായിരിക്കും? അങ്ങനെയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചാണോ? കഴിച്ചാണ്. ശ്രീരാഗ് ഒരു വിവാഹം കഴിക്കുവാണെങ്കിൽ ഒരു ഗായികയായിരിക്കും കഴിക്കുക? അറിയില്ല, അറിയില്ല, പറയാൻ പറ്റില്ല. ആയിരിക്കും. പക്ഷേ ആയിരിക്കും. അപ്പൊ എല്ലാ അർത്ഥവും ഉണ്ട് അതിനകത്ത്. ആയിരിക്കാം, പ്രണയവിവാഹമായിരിക്കും? അതും പറയാൻ പറ്റില്ല. ആയാൽ കൊള്ളാം. അങ്ങനെയാണ് താല്പര്യം അല്ലെ? നമ്മളെല്ലാം അറിഞ്ഞ് കല്യാണം കഴിക്കുമ്പോഴാണല്ലോ അല്ലേ? ഇപ്പൊ ആരുടെയും പ്രണയമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ആവശ്യം തോന്നിയിട്ടില്ല. കോളേജ് പഠിക്കുന്ന കാലത്തും? കോളേജ് പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊരു 5 കൂട്ടുകാരുണ്ട്, 5-4 കൂട്ടുകാർ. ഞങ്ങൾ കോളേജിലേക്ക് രാവിലെ വരും, കോളേജ് കഴിഞ്ഞ ഉടനെ പോകും. ഗുരുവായൂരല്ല, ഞാൻ ഇവിടെ നിന്ന് പഠിക്കുക. ഹോസ്റ്റലിൽ ഞങ്ങളൊരു വീടെടുത്തിട്ട് അപ്പോൾ നേരെ 3:30 ക്ലാസ് വിട്ടാൽ നേരെ അങ്ങോട്ട് പോകും. പിന്നെ അവിടെയാണ് വേറൊരു പരിപാടിയില്ല. രാവിലെ കോളേജിൽ പോവാ, വൈകുന്നേരം വരുവാ. കോളേജ് വേറെ പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ തന്നെ. നിങ്ങൾ 5 കൂട്ടുകാരാണ്? 5 നമ്മുടെ ക്ലാസ്സിലുള്ളവര്. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ വേറെ ലെവലിലാ? വേറെ പാട്ടുകാരൻ അവരായിട്ട് ഇപ്പം ബന്ധമുണ്ട്. 2 പേര് ഫിനാലേക്ക് വന്നിരുന്നു, നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. ആ ബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ട്. അതെ, അവരൊക്കെ വക്കീലന്മാരായി. വക്കീലാണല്ലോ. ആണ്, അല്ല എനിക്ക് പേപ്പർ എഴുതിയെടുക്കാനുണ്ട്. ഇനി എഴുതിയെടുക്കാനുണ്ടല്ലേ? അത് ഇച്ചിരി ഉഴപ്പായ സമയമുണ്ട് ആണെന്ന്. അങ്ങനെയൊന്നുമില്ല, എഴുതിയെടുക്കാവുന്നുള്ളൂ. ഇനി അത് എഴുതിയെടുക്കുന്നില്ലേ? പിന്നെ ഇനി അത് ഉടനെ തന്നെ എഴുതിയെടുക്കണമല്ലോ അല്ലേ? എഴുതിയെടുക്കണം. നമ്മുടെ പാട്ടുമായിട്ട് യാത്ര ചെയ്യണം, ഒരു ജോലി വേണം അല്ലേ? ഒരു അഡ്വക്കേറ്റ് ആയിട്ട് തന്നെ ഒരു ജോലി വേണം. അഡ്വക്കേറ്റ് ആയിട്ട് പറ്റുമെന്ന് അറിയില്ല. ഇല്ല, നമ്മളെ കൊണ്ട് കഴിയില്ല എന്നൊരു വിശ്വാസമാണോ? അതോ അല്ല, എന്തൊരു പണി അത് അങ്ങനെ ഒരു നമുക്ക് എന്നാൽ കുറച്ച് പാട്ടും നോക്കാം, അങ്ങനെ ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, അതെ, ഏതെങ്കിലും ഒന്ന് മതി. എന്തിലെങ്കിലും ഒന്നിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൽ നന്നാവണമെന്നാണ്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിട്ടുണ്ട്. അതെ അല്ലേ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നടന്നില്ലെങ്കിൽ 2ലും കൂടെ ഉണ്ടാവണം. അപ്പോൾ ആ രണ്ടാമത്തെ വക്കീലാണെന്ന് ഉറപ്പില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും അത് കുറച്ച് പണിയുണ്ട് അതിനല്ലോ. ജീവിതത്തിലൊരു ആഗ്രഹം, ഇപ്പം നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവുള്ളൂ. എനിക്കും ആഗ്രഹം ഉണ്ടാവും, നമുക്കും ആഗ്രഹം ഉണ്ടാവും, എല്ലാവരും ശ്രീരാഗൻ അല്ലെങ്കിൽ വീട്ടുകാർക്ക്. ശ്രീരാഗനുള്ളൊരു ആഗ്രഹം, ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കാതെ പോയിട്ട് ഇനി എനിക്ക് നടത്തിയെടുക്കണമെന്ന് തോന്നുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? നടത്തിയെടുക്കണമെന്ന് നടക്കാതെ പോയത് നടത്തിയെടുക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ഇങ്ങനെ പാട്ടുകൾ ഉണ്ടാക്കണമെന്നുണ്ട്. പിന്നെ തന്നെ പിന്നെ എന്തോ ഉണ്ട്? പിന്നൊന്നുമില്ല, പിന്നെ ആഗ്രഹങ്ങളുണ്ട്. അതിങ്ങനെ പറയേണ്ട കാര്യമില്ലാത്ത കുറേ ആഗ്രഹങ്ങൾ. പറയേണ്ട കാര്യങ്ങളില്ല. അതെ, അതുകൊണ്ട് പറയുന്നില്ല. ആഗ്രഹങ്ങളുണ്ട്. പിന്നെ അല്ല, ആഗ്രഹങ്ങളില്ലാത്ത ആരുമില്ല. ഇല്ല, ഉറപ്പാണ്. ഈ നിങ്ങൾ ഷോയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പല കൗണ്ടറുകൾ വരും അല്ലേ? അത് എന്നിട്ട് ഏറ്റവും കൂടുതൽ കൗണ്ടർ അടിക്കണ ആരാന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ കൗണ്ടർ അടിക്കണം. അത് ആ സമയത്തുള്ള കൗണ്ടർ അല്ല, പിന്നീട് ഭയങ്കര ഹാപ്പി അല്ല നിങ്ങൾ? അങ്ങനെ ഒരു കൗണ്ടർ അടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലൊരു ചെറിയ ദേഷ്യം, എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. അവിടെ നമ്മൾ പാടുന്നു, പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവുന്നു, അപ്പോൾ നമ്മൾ സംസാരിക്കുന്നു. അതിനപ്പുറത്തൊന്നും നമ്മൾ തലേ കയറ്റുന്നില്ല. അത്രയും ബന്ധമാണ്. അത് നമ്മ പിന്നെ ഞാൻ വിധിച്ചാട്ടാന്ന് വിളിക്കുമ്പോൾ എന്താടാന്നല്ലേ വിളിക്കുന്നത്. എന്താ ശ്രീരാഗ് മോനെ എന്ന് വിളിക്കുമ്പോഴാണ് എന്തോ പ്രശ്നമുള്ളത്. വളരെ നോർമലായിട്ട് തന്നെയാണ് പുള്ളി പെരുമാറുന്നത്. ഇതുമാണ് കൂടുതൽ കൗണ്ടർ അടിക്കണം. അതെ, ശ്രീരാഗിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കൗണ്ടർ അടിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ ഒത്തിരി സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെ അല്ലേ? അത് ഞങ്ങൾ അങ്ങനെയാണ് അവിടെ പെരുമാറുന്നതൊക്കെ. അതങ്ങ് വരുന്നത് മാത്രം. അപ്പോൾ ആളുകൾക്ക് പലർക്കും കാണുമ്പോൾ
പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എടാ പോടാന്ന് വിളിക്കുന്നു. എനിക്കിഷ്ടമാണ് എടാ പോടാന്ന് വിളിക്കുന്നത്. വേറെ എന്താ വിളിക്കുക? പല ആളുകളും വേറെ രീതിക്ക് പറയുന്നു. കേട്ടിരുന്നല്ലോ അല്ലേ? നീന്ന് വിളിക്കുന്നു, എടാന്ന് വിളിക്കുന്നു, അങ്ങനെ കമന്റ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയും. എനിക്കറിയാവുന്ന ആളല്ലേ എന്നെ എടാ പോടാന്ന് വിളിക്കുന്നത്. അറിയാത്ത ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ അത്രയും നാളുകളായല്ലോ. അതെ, നമ്മൾ കുടുംബത്തിൽ അങ്ങനെ വിളിക്കാറുണ്ടല്ലോ. അങ്ങനെ ശ്രീരാഗ് ഉൾക്കൊള്ളോണ്ടാണ് പ്രശ്നങ്ങളില്ലാത്തത് അല്ലേ? തിരിച്ചു പറയുന്നവരെന്തും പറയട്ടെ. ശ്രീരാഗ് ഭയങ്കര സൈലന്റ് ആണ്. എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ആ ചിന്താഗതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ശ്രീരാഗ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, ഒരു പ്രശ്നങ്ങളില്ലാതെ ഈ ഫിനാലെ കഴിഞ്ഞെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ്. അത് വലിയൊരു മനസ്സായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പല വിവാദങ്ങൾ പല രീതിക്കും പോസ്റ്ററുകളായിട്ടും വീഡിയോ ആയിട്ടും വരുമ്പോഴും ശ്രീരാഗിൻ്റെ ഈ മനസ്സ് തന്നെയാണ് ശ്രീരാഗിനെ നിലനിർത്തുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കുന്ന എല്ലായിടത്തും ഇപ്പോഴത്തെ ഇഷ്യൂസ് ഞാൻ കണ്ടത്. ഞാൻ കുറേ വീഡിയോ കണ്ടു. കുറേ ആളുകൾ, പെൺകുട്ടികൾ ചെയ്തു, ആൺകുട്ടികൾ ചെയ്തു, കുറേ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ശ്രീരാഗിനെ ഒഴിവാക്കിയത് ശരിയായില്ല. ഓരോരുത്തർ പറയുന്നത് അവരുടെ അഭിപ്രായമായിട്ട് കണ്ടാൽ മതി. എനിക്കറിയാലോ, ഞാൻ 1.5 വർഷമായിട്ട് ഇതിലുണ്ട്. ഫിനാലേക്ക് ഞാനും ഉണ്ടായിരുന്നല്ലോ. ബാക്കി എല്ലാവരുടെ പാട്ട് ഞാനും കേട്ടതാണ്, എൻ്റെ പാട്ടും ഞാൻ കേട്ടതാണ്. അപ്പം എൻ്റെ മനസ്സിലൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവുമല്ലോ, എനിക്കും അറിയാം. അപ്പം എൻ്റെ മനസ്സിലെ കാര്യങ്ങളോടൊക്കെ ഒത്ത് വരുന്ന രീതിയിൽ തന്നെയാണ് മൊത്തം കാര്യങ്ങൾ സംഭവിച്ചത്. വേറൊരാൾക്ക് പുറത്തുനിന്ന് വേറെ രീതിയിൽ അഭിപ്രായപ്പെടാം. അയാളുടെ അഭിപ്രായം അതെ. അല്ല, ഇതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നവർ തന്നെ പറയും ഇതിൽ 6 പേർക്ക് കിട്ടിയാലും ഡിസർവിങ് ആണെന്ന് പറയും. എന്നിട്ട് ഒരാൾക്ക് കിട്ടിയാൽ പറയും ഇത് മറ്റൊരാൾക്ക് കൊടുക്കണമായിരുന്നു. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടം അനിഷ്ടത്തിനനുസരിച്ച് പറയും. പ്രൈസ് മണി കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തിനൊക്കെ ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്നതല്ലേ. ഇപ്പം 50 ബാക്കിയുള്ളവർക്ക് വരുമ്പോൾ 1 ഒതുങ്ങുവാണ്. അങ്ങനെ ഒരു പ്രൈസ് മണി കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മളത് പ്രതീക്ഷിച്ച് പോകണല്ലാട്ടോ. നമ്മൾ ഒരു മത്സരത്തിന് പോകണം. അങ്ങനെ കൂട്ടണമെന്ന് വല്ല ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് ആഗ്രഹിക്കുന്ന ഒരു വൃത്തിയുടെ പരിപാടിയാണ്. പ്രൈസ് മണി അല്ലേ, അത് കൂട്ടണം എന്നൊക്കെ ഞാൻ എങ്ങനെ ആഗ്രഹിക്കുക. ചെറിയ കുട്ടികൾ ഇങ്ങനെ പ്രോഗ്രാമിൽ വിടുന്നുണ്ടല്ലേ? കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഈ മത്സരം ഒരു വലിയ എന്താണ്, പേരൻസ് വലിയ മത്സര ബുദ്ധിയോടുകൂടി കാണുന്നു. ഈ പ്രൈസ് മേടിക്കണം, അങ്ങനെ ആ കുട്ടികളെ വലിയ രീതിയിൽ പ്രഷർ ചെയ്യുന്നുണ്ട്. ചെറുപ്രായത്തിലുള്ള കുട്ടികൾ വരുമ്പോൾ അതെങ്ങനെയാണ് ശ്രീരാഗിൻ്റെ ഈ പ്രായം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കങ്ങനെ ചെറുപ്രായത്തിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കുന്ന അതിനോടൊന്നും താല്പര്യമില്ല. പിന്നെ അത് അവരുടെ കുട്ടിയാണ്. അവരുടെ കുട്ടീനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെയ്യട്ടെ, കുട്ടി അനുഭവിക്കുന്നുള്ളൂ. കാണുന്നുണ്ട്, അതാണ് പറയുന്നത്. കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്ലോ അങ്ങോട്ട് പോട്ടെ, ഇഷ്ടമല്ലാതെ ചെയ്യുന്നു ശരിയായ നടപടിയായിട്ട് അത് ശരിയല്ലല്ലോ. അത് ഞാൻ പറയണമെന്നില്ല, ശരിയല്ലല്ലോ. ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യിപ്പിക്കുക, പ്രഷർ കൊടുക്കുക, മത്സരബുദ്ധി. ഫിനാലേക്ക് പാടിയ പാട്ട് രണ്ടിലെയും പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ, കുറുമൊഴിപ്പുഴയോരം കിനാവിൻ കുടമുല്ല വിടരാറാ, അണിമുറ്റത്തൊരു കോണിൽ രാവിൻ മണിവിളക്കെരിയാറാ, ഗോപപ്പെൺകൊടിമാരുടെയോ മൽപ്പീലി കനവ് കവർന്നിടാം, മായക്കാഴ്ചകളോടെ മനസ്സിലെ മിന്നും പൊന്നുമണിഞ്ഞിടാം, നന്ദകിശോര നവനിത ചോര മുരളിയിലൊരു ചെറുനറുമൊഴി അരുളുക, പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ. ഹിന്ദി അവിടെ പാടിയ ഏറ്റവും കൈയടി കിട്ടിയ ഏതായിരുന്നു? എനിക്ക് ദീവാനാ ഹുവാ ബാദൽ. दीवाना हुआ बादल सावन की घटा छाई, ये देख के दिल छुमा ले प्यार ने अंगड़ाई, दीवाना हुआ बादल. ഇതായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയ അല്ലേ? എല്ലാവരും എനിക്ക് തോന്നുന്നു. ഞാൻ ഹിന്ദി ശ്രദ്ധിച്ചിട്ടില്ല, ഞാനിങ്ങനെ കേട്ടിരുന്നു. അത് തന്നെ ഞാൻ കേട്ടിരുന്നു, സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കേട്ടിരുന്നു. ഏറ്റവും ഇനി ഇഷ്ടപ്പെട്ട് പാടാൻ ഇപ്പൊ പുതിയ സിനിമകൾ കുറെ വരുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ നമ്മളൊരു തലമുറയ്ക്ക് കാണാൻ പറ്റുന്ന മ്യൂസിക്കുകൾ കയറി കിടക്കുന്നു പാട്ടുകളിൽ. നമ്മളിപ്പോൾ കേൾക്കുന്ന പാട്ടുകളൊക്കെ തന്നെയാണ്, അർത്ഥങ്ങളൊന്നുമില്ലാത്ത കുറെ പാട്ടുകളുള്ളൂ.
ആ ഒരു കലാകാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ ആ പാട്ടുകൾ? അല്ല, അത് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കേൾക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട എന്നുള്ളതാണ് ശ്രീരാഗിന്റെ മനസ്സിലെങ്ങനെയാണ് തോന്നുന്നത്? എൻ്റെ മനസ്സിൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഒന്നും നല്ലതല്ലാന്നോ നല്ലതല്ലാന്നോ ഒന്നും ഞാൻ അഭിപ്രായപ്പെടാറില്ല. നമുക്കിഷ്ടമില്ലെങ്കിൽ കേൾക്കാതിരിക്കുക. നമുക്കിഷ്ടമുള്ളത് അപ്പുറത്തുണ്ടല്ലോ, അത് കേൾക്കുക. നമുക്കിഷ്ടമുള്ളത് ആരും ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് പരാതിപ്പെടാതെ നമുക്കിഷ്ടമുള്ളത് തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. മ്യൂസീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം കേൾവിക്കാരന് അങ്ങനെ ഒരു ഓപ്ഷനില്ല. നമുക്കുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയ്യോ ഇനി ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. വേറൊരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ കേൾക്കാം എന്നോർത്തിട്ടിരിക്കുന്നത് അതല്ലല്ലോ. നമ്മുടെ ഈ രവീന്ദ്ര മാസ്റ്റർ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ടേ, ഈ ഹരിമുരളീരവം ദാസാറിന് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, നമ്മൾ പലരും പറയുന്നു ദാസേട്ടന് ശബ്ദം നിൽക്കുന്നില്ല, ബ്രീത്തിങ് കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം വരും, നമുക്ക് പ്രതികരിക്കാൻ തോന്നും. എന്തിനാ നമ്മൾ വാക്കുകൊണ്ട് പ്രതികരിക്കണം, നമുക്ക് നമ്മുടെ തൊഴിലിലൂടെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി 12 ബാർ നീട്ടി ഹരിമുരളീരവത്തിൽ 12 മിനിറ്റുള്ളൊരു പാട്ട് ചെയ്യുന്നത് ഹരിമുരളീരവം. അത് പുള്ളി പുട്ടുപോലെ പാടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിലൂടെ ചെയ്യാം നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ. അല്ലാതെ ഇപ്പം അതില്ല ഇപ്പം ഇതില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഇഷ്ടമുള്ളത് കേൾക്കുക, ഇഷ്ടമില്ലാത്ത കേൾക്കാതിരിക്കുക. അതെ, അല്ലാതെ അതിന് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. പഴയ പാട്ടുകളായിരുന്നു ഇന്നും നല്ലതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കിഷ്ടം അതാണ്, അത്രേ ഉള്ളൂ. നല്ലതെന്ന് ഞാൻ അങ്ങനെ പറയില്ല. ശ്രീരാഗിന് ഇഷ്ടം പഴയ പാട്ടുകൾ തന്നെയായിരുന്നു. അതെ, പഴയതാണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇഷ്ടമുള്ളത് പഴയതായി പോകുന്നു, പഴയതിൽ കുറച്ച് ഇഷ്ടമുള്ളത് കൂടുതലുണ്ട് എന്നുള്ളൂ. ശ്രീരാഗ് താമസിക്കുന്നത് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ്, ജനറേഷൻ്റെ കൂടെയാണ്. അതെ അതെ. എന്നിട്ട് നമ്മൾ ആ പഴയതാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ പഴയനോട് ഇന്നും ഒരു സ്നേഹമുള്ള ആളുകളാണ് കൂടുതലെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പഴയതിലേ ഈ വരികളും പാട്ടും ഒക്കെ ഒത്തുവരുന്നു. അതായത് നമുക്ക് ആസ്വദിക്കാൻ കുറേ കാര്യങ്ങൾ ആസ്വദിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ പുറകിലുള്ള ചിത്രമാണെങ്കിലും അതായത് ഇതിൽ കുറച്ച് കൂടുതൽ സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ ആസ്വദിക്കാം. ഒരു സൂര്യനെ കാണാനുണ്ട്, അപ്പോൾ അതിനെയും കാണാം. 2 പ്രാവുണ്ട്, 2 പ്രാവിനെയും കാണാം. ഒരു മാനുണ്ട്, മാനിനെയും കാണാം. മാനിൻ്റെ കൊമ്പുമ്പോൾ പൂക്കളുണ്ട്, അതും കാണാം. അപ്പം ഇത്രയും ഘടകങ്ങളുണ്ട് ആസ്വദിക്കാൻ. അതേപോലെയാണ് പഴയ പാട്ടിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ട്യൂണായാലും ശരി, അതുവഴി നമ്മൾ ശ്രദ്ധിക്കുന്ന വരികളിലാണെങ്കിലും ശരി, അത് ക്രിയേറ്റ് ചെയ്യുന്ന മൊത്തത്തിൽ അതിൽ കുറച്ച് ആസ്വദിക്കാനുള്ള എലമെൻറ്റ്സ് കുറച്ച് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി പുതിയതിൽ കുറവാണെന്നുള്ളൂ എനിക്ക് തോന്നിയത്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറേ സാധനങ്ങൾ കൂടുതലുള്ളത് അത് ആസ്വദിക്കാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പുറത്തൊരു ബ്ലാങ്ക് ഒരു മാനും സൂര്യനാണെങ്കിൽ അതും ആസ്വദിക്കാം. പക്ഷെ അതിലേക്ക് കൂടെ ഇതിൽ നോക്കിയിരിക്കുമ്പോഴാണ് സുഖം കിട്ടുന്നത്. അത്രയുള്ളൂ. വലിയ ഉദാഹരണം കേട്ടോ. അതേ സംഭവമാണ്. സ്റ്റഡിയാണ് എല്ലാ കാര്യത്തിലും. പെട്ടെന്ന് പറയാൻ കഴിയുന്നുണ്ട്. അതാണ് ശ്രീരാഗിൻ്റെ ഒരു മിടുക്കും ഒരു നിലനിൽപ്പും. ഇപ്പോൾ അവിടെ സ്റ്റേജിലാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിച്ച് പോകും. എപ്പോഴും ആങ്കറുമായിട്ട് ഇങ്ങനെ ഒരേ കൗണ്ടറുകൾ അടിക്കുന്നുണ്ടല്ലോ. പല കാര്യങ്ങളും പെട്ടെന്നാണല്ലോ പറയുന്നത്. അത് ജഡ്ജസ് വരെ ഇരുന്ന് ചിരിക്കണതാണ്. ചിത്ര ചേച്ചി വരെ വിട്ട് ചിരിക്കും ശ്രീരാഗിൻ്റെ ഓരോ കൗണ്ടറുകൾ കേൾക്കുമ്പോൾ. അപ്പം നല്ല രീതിക്ക് മുന്നോട്ട് പോവാം. ഇനി ജീവിതത്തിൽ ഒരു തടസ്സങ്ങളുമില്ലാതെ നല്ല നല്ല പാട്ടുകൾ സ്വന്തമായി പാട്ടുകൾ ഉണ്ടാക്കി സ്വന്തമായി ഒരു നല്ലൊരു മ്യൂസിഷ്യനായിട്ട് വാഴ്ന്ന് വലിയവനായി അന്നും നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകണം. ശ്രീരാഗിൻ്റെ കൂടെ ഞാൻ ഇപ്പോഴും പറയുന്നു, ജനം എന്നും ശ്രീരാഗിൻ്റെ കൂടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നതും. പല ആളുകളുമായിട്ട് ഞാൻ കമൻറ്റുകൾ ചോദിച്ചപ്പോഴും സംസാരിച്ചിരുന്നു. ശ്രീരാഗാണ് അവരുടെ മുന്നിൽ ഇന്ന് വിൻ ചെയ്തിരിക്കുന്നത്. ആ വിന്നറിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ മനസ്സിലും ശ്രീരാഗാണ് വിൻ ചെയ്തിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റമില്ല. ഇതിനെ വിൻ ചെയ്തെന്ന് കാണാതിരുന്നാൽ മതി. എന്നെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോഴാണ് വിൻ ചെയ്തു വന്ന ഇഷ്ടമായിട്ട് എനിക്ക് തോന്നി. ശ്രീരാഗിനോട് ഇഷ്ടമുണ്ട്, തീർച്ചയായിട്ടും ഒത്തിരി പടങ്ങൾ ഇഷ്ടമുണ്ട്. അതെ, അല്ല ഞാൻ പറഞ്ഞ ഈ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ ഈ ഇഷ്ടത്തിനപ്പുറത്ത് കുറെ ഘടകങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ആ ഘടകങ്ങളെല്ലാം കൂട്ടി ഇനി ശ്രീരാഗിനെ കാണേണ്ടത് വലിയൊരു മ്യൂസിഷ്യനായിട്ട് കാണാനുള്ള ഭാഗ്യം ജഗദീഷൻ തരട്ടെ. ഒത്തിരി സന്തോഷം. നല്ല തിരക്കാണ്, എല്ലാ സ്ഥലത്തും ഇൻ്റർവ്യൂവിനൊക്കെ എത്താനുള്ളതൊക്കെയാണ്. ഒരു സാധാരണക്കാരനായിട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് കണ്ടപ്പോൾ ആ ആക്റ്റീവിൽ വരുന്നു. നമ്മൾ അപ്പോഴും ഇപ്പോഴും ഒരുപോലെ തന്നെ അതെല്ലാം മാറി വലിയ ഉയർന്ന നിലയിലെത്തട്ടെ.
ഓക്കെ, ആ ഒത്തിരി സന്തോഷം. സന്തോഷം. ആ കൈ കൂപ്പുമ്പോൾ, ആ കൂപ്പുന്ന സമയത്ത് ഒരു നല്ല ഒരു മനസ്സിൻ്റെ ആഴത്തിൽ കെട്ടുന്ന പ്രേക്ഷകർക്ക് ഒരു 4 പാട്ടുകൾ കൊടുത്തങ്ങ് ആ പാട്ടോട് കൂടി അവസാനിപ്പിക്കും.